നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും പരിശോധിക്കാം. ഇന്ന് പ്രാധാന്യത്തോടുകൂടി ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിനോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയ വാർത്തകളും എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളായി ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ളത് ഏതാണ്, ഏത് തരത്തിലാണ് ഈ രണ്ട് വാർത്തകളും ഓരോ പത്രങ്ങളിലും നൽകിയിട്ടുള്ളത് എന്നുള്ളതെല്ലാം പരിശോധിക്കാം. ആദ്യം മലയാള മനോരമ. മണ്ണിടിച്ചിൽ തിരച്ചിൽ തുടരുന്നു, ഇന്ന് നിർണായകം. ലോറി പുഴയിൽ അർജുൻ എവിടെ എന്ന തരത്തിലൊരു ചോദ്യചിഹ്നത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ചിത്രങ്ങളൊക്കെ നൽകി വളരെ വിശദീകരണത്തോടുകൂടിയാണ് മലയാള മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ടാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ ഫീസിൽ ഇളവ് വരുത്തിയിട്ടുള്ള വാർത്ത മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പക്ഷേ ദേശാഭിമാനി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ്. 60% കെട്ടിട നിർമ്മാണ നികുതി കുറച്ചിട്ടുള്ളത്. അർജുന്റെ വാർത്തയ്ക്ക് മലയാള മനോരമയെ പോലെ അർജുന്റെ വാർത്ത ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ദേശാഭിമാനി. ട്രക്ക് കണ്ടെത്തി ഇന്ന് അർജുൻ അടുത്തേക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലും അർജുന്റെ ട്രക്ക് കണ്ടെത്തിയ വാർത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. താഴെ വലതുഭാഗത്തായി ചെറിയൊരു വാർത്തയായിട്ടാണ് ആദ്യ പേജിൽ തന്നെ കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട് ജന്മഭൂമി വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം തെറ്റുതിരുത്തൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമത്തിൽ ആദ്യ പേജിൽ ഏറ്റവും മുകളിലായിട്ടാണ് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്തിയ വാർത്ത നൽകിയിട്ടുള്ളത്. സർക്കാർ തിരുത്തി എന്ന തലക്കെട്ടോടു കൂടിയാണ് ദീപിക കെട്ടിട നിർമ്മാണ നികുതി ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കാത്തിരിപ്പ് തീർന്നു, അർജുന്റെ ട്രക്ക് ഗംഗാവലിയുടെ അടിത്തട്ടിൽ എന്ന തലക്കെട്ടോടുകൂടി ദീപിക അർജുന്റെ ട്രക്ക് കണ്ടെത്തിയ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് തിരുത്തി സർക്കാർ പ്ലാൻ ബി എന്ന തലക്കെട്ടോടുകൂടി കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഒപ്പം മാതൃഭൂമി മുകളിൽ തന്നെ ആഴങ്ങളിലുണ്ട് അർജുന്റെ ലോറി എന്ന തലക്കെട്ടോടുകൂടി അർജുന്റെ ലോറി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. കെട്ടിട പെർമിറ്റ് ഫീസ് 60% കുറച്ചെന്ന സ്വാഭാവികമാർന്ന തലക്കെട്ടോടു കൂടിയാണ് കേരള കൗമുദി കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. അർജുന്റെ ട്രക്ക് പുഴയിൽ 15 അടി താഴത്തിൽ നിന്ന് തലക്കെട്ടോടുകൂടി അർജുന്റെ ട്രക്ക് തലകീഴായാണ് കിടക്കുന്നത് എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് ട്രക്ക് കണ്ടെത്തിയ വാർത്ത കേരള കൗമുദി ഏറ്റവും താഴെ നൽകിയിട്ടുണ്ട്. പത്രങ്ങൾ ആദ്യ പേജിൽ തന്നെ വ്യത്യസ്തമാർന്ന രീതിയിൽ നൽകിയിട്ടുള്ള പ്രധാന വാർത്തകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. നേപ്പാളിൽ വിമാന അപകടത്തിൽ 18 പേർ മരണപ്പെട്ട വാർത്തയുണ്ട്. അത് പത്രങ്ങളിലൊന്നും ആദ്യ പേജുകളിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല. പക്ഷേ ആ വാർത്തയ്ക്ക് ചില പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അതും പരിശോധിക്കാം. മാധ്യമം നേപ്പാളിൽ വിമാനം തകർന്ന് 18 പേർക്ക് മരണം എന്നുള്ള വാർത്ത ആദ്യ പേജിൽ ഇടതുഭാഗത്ത് ഒരു പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. അതിന് താഴെ ബജറ്റ് വിവേചനത്തിനെതിരെ ഇന്ത്യ സഖ്യം പ്രതിഷേധമുയർത്തിയ വാർത്ത മാധ്യമം താഴെ നൽകിയിട്ടുണ്ട്. ഖാൻ യൂസിൽ ഇസ്രായേൽ വ്യോമാക്രമണം 121 പേർ മരിച്ചു എന്ന വാർത്തയും മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ദീപിക ആദ്യ പേജിൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്തകൾ: ഒന്ന്, ഈ ഫയൽ തകരാർ പരിഹരിക്കുവാൻ സെക്രട്ടേറിയറ്റിന് സാധിച്ചില്ല, സെക്രട്ടേറിയറ്റ് അവധി മൂടിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മൂന്നാം മോദി സർക്കാരിന്റെ ഇത്തവണത്തെ ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3011 കോടി രൂപ വകയിരുത്തി എന്ന ഒരു വാർത്തയാണ് ദീപിക ആദ്യ പേജിൽ നൽകിയിട്ടുള്ള പ്രധാന വാർത്ത. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത്: പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം, എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രാധാന്യമുള്ള ബജറ്റ്, നിർമ്മല സീതാരാമൻ. പാർലമെന്റിലെ പ്രതിഷേധം മറ്റൊരു രീതിയിലാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 71% സീറ്റിൽ BJP എതിരില്ലാതെ വിജയിച്ചു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത പ്രാധാന്യത്തോടുകൂടി ജന്മഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. നേപ്പാളിലെ വിമാനം തകർന്ന് 18 പേർ മരണപ്പെട്ട വാർത്തയ്ക്കും ആദ്യ പേജിൽ ഇടമുണ്ട്. അതിനോടൊപ്പം പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി എന്ന വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉൾപ്പെട്ട കശുവണ്ടി കുംഭകോണ കേസിൽ CBIക്കുള്ള പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയ വാർത്തയാണ് ജന്മഭൂമി പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ബജറ്റിനെതിരായി ഇന്ത്യ സഖ്യം നടത്തിയ പ്രതിഷേധത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ വിമാനം തകർന്ന 18 പേർ മരണപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് സ്റ്റേയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് ജസ്റ്റിസ് K ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി തടഞ്ഞ വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയും കാട്ടുപോത്തിന്റെ ആക്രമണത്തെ പറ്റിയുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി മിഷൻ ഷവർമ എന്ന തലക്കെട്ടോടുകൂടി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ കർശനമാകുമ്പോൾ ഷവർമ വിൽക്കുന്ന കടകളിൽ 10-1 പൂട്ടുവീഴും എന്ന വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. നേപ്പാളിലെ വിമാന അപകടത്തിൽ 12 പേർ മരിച്ച വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ആദ്യ പേജിൽ തന്നെ പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധം
ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് പ്രാധാന്യമുണ്ട്. ഷാറൂഖ് ഖാന്റെ പേരിൽ ഫ്രാൻസ് സ്വർണ്ണ നാണയം പുറത്തിറക്കി എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് ലോക മുങ്ങിമരണ നിവാരണ ദിനം എന്ന തലക്കെട്ടോടുകൂടി എടുത്തുചാടരുത് മരണക്കയമാകാം മുന്നിൽ എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു ബോധവൽക്കരണപരമായ ഒരു വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. കേരളത്തിന് 3011 കോടി റെയിൽവേ വികസനത്തിന് നൽകി കേന്ദ്രം എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. കേരള കൗമുദി പ്രാധാന്യത്തോടുള്ള വാർത്ത ലൊക്കേഷൻ സർവേക്ക് കേന്ദ്ര അനുമതി, ചെങ്ങന്നൂരിൽ നിന്ന് ബദൽ ശബരിപാത എന്ന വാർത്തയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. പാരാഗപ്പടരാൻ പാരീസ് എന്ന തലക്കെട്ടോടുകൂടി ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം ഇന്നാണ് എന്ന വാർത്ത കേരള കൗമുദി വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇനി കാർട്ടൂണുകളും മറ്റ് പ്രത്യേക വാർത്തകളും പരിശോധിക്കാം. മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഹേവ കമ്മീഷൻ റിപ്പോർട്ടിന് സ്റ്റേ എന്ന വാർത്തയ്ക്ക് അംബാനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന തലക്കെട്ടോടുകൂടി ഒരു കാർട്ടൂണാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയുടെ ഹെഡ് മാഷ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ സുരേഷ് ഗോപി റീൽ സീറോ മാത്രമാകരുത്, അൽമായ ഹോറമിന്റെ അഭിപ്രായത്തിൽ പിടിച്ചു നിൽക്കാൻ പഴയ മുതലയോ മയിലോ സ്റ്റോക്കുണ്ടോ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ കാർട്ടൂൺ പരമ്പര നൽകിയിട്ടുള്ളത്. ജലമുറിവ് എന്ന തലക്കെട്ടോടുകൂടി മഴയിൽ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ മഴയിലെ കെടുതി കാരണം മരണപ്പെട്ടു പോയവരുടെ ഒരു പ്രത്യേക സ്റ്റോറി ദേശാഭിമാനി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യവും പരിഗണിക്കാത്ത മന്ത്രി ബാലഗോപാലൻ പറഞ്ഞതിന് കേരള കൗമുദിയുടെ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഒരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട്. അതിന്റെ തലക്കെട്ട് പ്ലാൻ ബി പിരിവിനുള്ള പ്ലാസ്റ്റിക് ബക്കറ്റിന് വരെ വില കൂട്ടി എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജിൽ ഇന്ന് ഒളിമ്പിക്സിന് നാളെ ഉദ്ഘാടനം എന്ന വാർത്തയാണ് പ്രധാനത്തോടുകൂടി ഉള്ളത്. അടുത്ത ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.